ഇവിടെ പറഞ്ഞു റൂം വെക്കേറ്റ് ചെയ്ത് ഞാൻ മുകളിൽ പോയി ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് കാണാത്തതുകൊണ്ട് അവർ വിളിച്ചിട്ട് വളരെ ആക്റ്റീവായിട്ട് പറഞ്ഞു. അവിടെ സജീവമായിട്ട് രാവിലെ മുതൽ നമ്മളെ മിമിക്രിയിലായാലും സിനിമയിലായാലും ഈ ചിരിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു. ഏറ്റവും സൗമ്യമായ ഒരു ഇല്ല. അവസാനം പോകുന്ന സമയത്ത് പോകുന്ന പറഞ്ഞ് വളരെ കൂളായിട്ട് പോയതാണ്, നടന്നു പോയതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ പിന്നീടാണ് പെട്ടെന്ന് നമ്മൾ 9:30 വരെ ഷൂട്ടുണ്ടായിരുന്നു. പിന്നീട് അപ്പോൾ അറിഞ്ഞത് അസുഖമൊന്നേ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. 2 ദിവസം ഇടവേള എടുത്ത് പോയതായിരുന്നല്ലേ? അതെ, തിരിച്ചു പോയി വീണ്ടും ഷൂട്ടുണ്ട് അദ്ദേഹത്തിന്. എപ്പോഴായിരുന്നു? കഴിഞ്ഞ മാസം 25-ല്ലേ? 25-ന് ജോയിൻ ചെയ്തു. നാളെയും മറ്റന്നാൾ അദ്ദേഹത്തിനില്ല. ഇപ്പോൾ വീട്ടിൽ പോയി തിരിച്ചു വരാമെന്ന് പറഞ്ഞു. സജീവമായി തന്നെ സെറ്റിലുണ്ടായിരുന്നു. അതെ. ഹോട്ടൽ ജീവനക്കാരെ അറിയിക്കുമ്പോഴാണോ നിങ്ങൾ അറിയുന്നത്? അതെ, ഹോട്ടൽ ജീവനക്കാർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ക്ഷീണമായിട്ടുണ്ടെന്ന് പറഞ്ഞ് പല ഇവർ പോയി നമ്മുടെ ശശിയോട്ടവരൊക്കെ ഒരുപാട് മിലിറ്ററിയിലൂടെ 40-40 സിനിമകൾ സജീവമായിട്ടുണ്ടായിരുന്നു. കുറേ കാലം അദ്ദേഹത്തിന് അധികം സജീവമല്ലായിരുന്നു, ഒരു 10 വർഷത്തോളം. പിന്നെ വീണ്ടും ഇപ്പോൾ ആക്റ്റീവായിട്ട് വരുന്ന സമയം. ആ ഒരു സന്തോഷകാരം പറയാറുണ്ട് വീണ്ടും. ഇന്നലെയൊക്കെ സംസാരിച്ചിരുന്നു, എല്ലാ കാര്യവും സംസാരിച്ചിരുന്നു. സിനിമയിലെ മൊത്തം കാര്യങ്ങളും വീട്ടിലെ കുടുംബകാര്യങ്ങളെല്ലാം ഇന്നലെ ഇരുന്ന് നമ്മളെല്ലാവരും കൂടി നമ്മുടെ അസീസിക്കൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തതാണ്. കുടുംബാംഗങ്ങൾ വന്നിരുന്നു? കുടുംബാംഗങ്ങൾ വന്നിട്ടുണ്ട്. ഹോട്ടലുകാരാണോ അറിയിച്ചത്? ഇവർ ഹോട്ടലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. ശ്രീ PP കുഞ്ഞികൃഷ്ണനാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹവും അടക്കം ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഷൂട്ട് 9:30 വരെ പോകുന്നതിനിടയിലാണ് ഇങ്ങനൊരു വാർത്ത അവർ അറിഞ്ഞത്.